അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന യോഗാധ്യക്ഷൻ സഹോദരൻ സലാം മാസ്റ്റർ, ഈ പൊതുയോഗം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കുമ്മേൽ, സ്വാഗതം ആശംസിച്ചിവിടെ സംസാരിച്ച പാർട്ടിയുടെ കരുത്തനായ നല്ലളം ബ്രാഞ്ച് പ്രസിഡന്റ് സഫീർ, ആശംസയർപ്പിച്ച് ഇവിടെ സംസാരിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഇർഷാദ്, നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന ദാവൂദ്, ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തരായ കർമ്മധീരരായ കേഡർമാരെ, പ്രവർത്തകന്മാരെ, അനുഭാവികളെ, ഇതര രാഷ്ട്രീയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ പ്രദേശത്തെ ജനാധിപത്യ സമൂഹത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. 2009 ജൂൺ മാസം 21-ാം തീയതി ഈ രാജ്യത്ത് പിറവിയെടുത്ത അന്ന് മുതൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് SDPI. ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയവരിൽ ഭൂരിപക്ഷം ആളുകളും SDPI എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ 67 വർഷക്കാലമായി CPM-ൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് SDPIയെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ് ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തോട് പറയാനുള്ളത്? അത് പ്രതീക്ഷിച്ചുകൊണ്ടാകും ഒരുപക്ഷെ ഈ ആളുകളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായി രൂപീകരിച്ച ഒരു പാർട്ടിയല്ല. വളരെ വലിയൊരു പ്രസ്ഥാനമാണ് SDPI എന്ന അവകാശവാദമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഒരു ബദൽ രാഷ്ട്രീയം അത് ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കോൺഗ്രസ് മതിയോ? നമുക്ക് CPM മതിയോ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടായാൽ മതിയോ? ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്നേഹത്തോടും ഈ പ്രദേശത്തെ മുസ്ലിം ലീഗുകാരെയും CPM-കാരെയും ഒക്കെ ഞങ്ങൾ ക്ഷണിക്കുന്നത് രാഷ്ട്രീയമായ ചർച്ചകൾക്കാണ്. എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കാനല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. രാഷ്ട്രീയമായ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാവണം. നമുക്കറിയാം, RSSന്റെ ദേശീയ നിർവാഹക സമിതി യോഗം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും RSS കേരളത്തിൽ ഒരു ദേശീയ നിർവാഹക സമിതി യോഗം ചെയ്തത്. കാര്യകാര്യ മണ്ഡൽ എന്നാണ് അതിന് പറയുന്നത്. 4 ദിവസം എറണാകുളത്ത് RSSകാരെ കുത്തിരുന്നു. ഈ 4 ദിവസവും RSS ചർച്ച ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. CPM-നെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയെ കുറിച്ചോ RSS ചർച്ച ചെയ്തിട്ടില്ല.
RSS 4 ദിവസവും ഇരുന്ന് ചർച്ച ചെയ്ത ഒരു പ്രസ്ഥാനം, അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ചുമായി. അവസാനം RSS 4ാമത്തെ ദിവസം ഒരു പ്രമേയം പാസാക്കി പിരിഞ്ഞു. RSS പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് കാര്യമില്ല. രാജ്യവ്യാപകമായി ഒരു രാഷ്ട്രീയ മുന്നേറ്റം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. RSSകാർക്ക് കാര്യം മനസ്സിലായി, മുസ്ലിം ലീഗുകാർക്ക് ഇതുവരെ നേർപ്പെടുന്നില്ല. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ, ഗുജറാത്തിന്റെ നിയമസഭയിൽ, കർണാടകയുടെ നിയമസഭയിൽ, കേരളത്തിന്റെ നിയമസഭയിൽ, ഗോവയുടെ നിയമസഭയിൽ, ആന്ധ്രയുടെ നിയമസഭയിൽ, ബീഹാറിന്റെ നിയമസഭയിൽ RSSകാരൻ പറയാതെ പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തീവ്രവാദികൾ ഉണ്ടാവുമെന്നാണ്. ഇതിനെ നിരോധിച്ചിട്ട് കാര്യമില്ല. ഇതിനെ ഈ പാർട്ടിയെ മുളയിലെ നുള്ളിക്കളയണമെന്നാണ് RSS പറഞ്ഞത്. കാര്യകാര്യമന്ത്രി നടത്തിയ കൂപമണ്ഡൂകങ്ങളായ RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് മുള വളർന്ന് ശിഖരങ്ങളായി പടർന്ന് പന്തലിച്ച് രാജ്യം വ്യാപകമായി നെറ്റ്വർക്കുള്ള ഒരു പ്രസ്ഥാനമായി മാറിയത് RSSകാർ അറിഞ്ഞിട്ടില്ല എന്ന്. CPMന്റെ പാർട്ടി പ്ലേനം, CPMന്റെ പാർട്ടി പ്ലേനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത ഒന്ന് ചാക്കാണ്, രണ്ടാമത്തത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും. ഈ പാർട്ടി പ്ലേനത്തിൽ പറഞ്ഞത് SDPIയുടെ ചില പ്രചരണങ്ങൾ, SDPI ഏറ്റെടുക്കുന്ന ചില വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, ചില സമരങ്ങൾ CPMന്റെ പ്രവർത്തകരെ സ്വാധീനിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SDPI നടത്തിയ ഹർത്താലാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരം നടത്തുമ്പോൾ നമ്മുടെ MC മായനാജി ചെയ്ത പണി, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 വേണ്ടി മുഴുവൻ മുസ്ലിം മതസംഘടനകളുടെയും യോഗം വിളിച്ചു. ഒരു കഷായം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ, ഇന്ത്യയിലെ മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 എന്നാണല്ലോ. എത്ര കുട്ടികളാണ് ബുദ്ധിമുട്ടുന്നത് അല്ലെ എന്ന് ആലോചിച്ച് നോക്കി. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരം നടത്തി. എന്തിനാ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞത്? വെറുതെ ഒരു ജില്ല ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നാ കിടക്കട്ടെ ഒരു ജില്ല കൂടി, തിരൂർ ജില്ല. അല്ലല്ലോ. എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗുകാരാ. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയാൻ കാരണമുള്ളൂ. കാരണം കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. വികസനത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, പൊതുമരാമത്തിന്റെ കാര്യത്തിൽ, എല്ലാ മേഖലയിലും ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് KM കാദർ ചാനൽ ചർച്ച ശ്രദ്ധിച്ച ആളുകളില്ല. BJPയുടെ നേതാവുണ്ട്, SDPയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് TT ഇക്രാമലക്കുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് KM കാദറുണ്ട്, BJPയുടെ ഒരു മന്നൌത്തി. അഡ്വക്കേറ്റ് KM കാദർ പറഞ്ഞത് മലപ്പുറം ജില്ല വിഭജിക്കണം, തിരൂർ ജില്ല വേണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് പറയാൻ എന്താ കാരണം? 2009 ജൂൺ മാസം 21 തീയതി പാർട്ടി ഉണ്ടായ അന്ന് മുതൽ എനിക്ക് തോന്നുന്നത് അവിടെ നടന്ന 3 സമരങ്ങളിൽ ഞാൻ ഭാഗവാക്കായിരുന്നു. പ്രചരണ പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം കഴിഞ്ഞു, 3ാം ഘട്ടം SDPI ഒരു സമരം നടത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ. മുസ്ലിം ലീഗുകാരൊക്കെ മനസ്സിലാക്കിക്കോ, സഖാക്കളും. എന്താ സമരം എന്നറിയോ? സർക്കാർ ഓഫീസുകൾ അടപ്പിക്കാതിരിക്കുക. സാധാരണ നമുക്കറിയാം, രാവിലെയാണ് സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുക, CPMകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ. SDPI പകരം മറ്റൊരു സമര രീതി കാണിച്ചു കൊടുത്തു. വൈകുന്നേരം സർക്കാർ ഓഫീസുകൾ പൂട്ടി ഉദ്യോഗസ്ഥന്മാർ സ്ഥലം വിടാൻ നോക്കുമ്പോ SDPI പ്രവർത്തകർ അവിടെ ചെല്ലും. തൽക്കാലം പൂട്ടണ്ട, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൂട്ടിയാൽ മതി.
ഇങ്ങനെ ഒരു സമരം നടത്തി. മൂന്നാമത്തെ സമരം. നാലാമത്തെ സമരമായിരുന്നു മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയ ഹർത്താൽ. ആ ഹർത്താലിൽ മുസ്ലിം ലീഗ് സ്ഥാനത്തും അസ്ഥാനത്തും ഈ പാർട്ടിയെക്കുറിച്ച് ഇർക്കിൽ പാർട്ടി എന്ന് പറയാൻ ഞങ്ങൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇർക്കിലാണെങ്കിൽ ഇർക്കിൽ. പക്ഷേ ഈ ഇർക്കിൽ പാർട്ടി മലപ്പുറം ജില്ലയിൽ ഹർത്താൽ നടത്തി 2000-ഓളം ചെറുവള്ളങ്ങൾ വോട്ടൊക്കെ കരക്കി കയറ്റി വിട്ടിച്ചു. തീരപ്രദേശത്ത് 2000-ഓളം ചെറുതോണികൾ വള്ളത്തിലിറങ്ങിയില്ല. അധ്യാപകർ സഹകരിച്ചു, വിദ്യാർത്ഥികൾ സഹകരിച്ചു, വ്യാപാരികളും വ്യവസായികളും സഹകരിച്ചു, ഡ്രൈവർമാർ സഹകരിച്ചു. ഹർത്താൽ വമ്പിച്ച വിജയം. ഒരു പക്ഷേ 1992 ഡിസംബർ 7 മലപ്പുറം ജില്ലയിൽ നടന്ന ഹർത്താലിന് ശേഷം സഖാക്കൾക്ക് അങ്ങനെ ഒരു ഹർത്താലും മലപ്പുറം ജില്ലയിൽ നടത്താൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് നടത്താൻ സാധിച്ചിട്ടില്ല, കോൺഗ്രസിന് നടത്താൻ സാധിച്ചിട്ടില്ല. മലപ്പുറം ജില്ല നിശ്ചലമായി എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ സമീപ പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയെ ഹർത്താൽ ബാധിച്ചു, തൃശൂർ ജില്ലയെ ഹർത്താൽ ബാധിച്ചു. ജനങ്ങൾ ഏറ്റെടുത്തു ഹർത്താൽ. അപ്പോഴാണ് നമ്മുടെ KN ഖാദർ പറഞ്ഞത് ഹർത്താൽ നടത്തിയത് വലിയ പ്രശ്നമായി പോയി. മലപ്പുറം ജില്ല വിഭജിക്കണം. പക്ഷേ അത് ആര് പറയണ്ട? അത് STPI പറയണ്ട. എനിക്ക് ഓർമ്മ വന്നത് ഒരു കഥയാണ്. ഒരു നായർ തറവാട്ടിലേക്ക് ഒരു പിച്ചക്കാരൻ കയറി വന്നു. ഉമ്മറത്തൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ തറവാട്ടിൽ നിന്ന് ആർക്കും ഭിക്ഷയൊന്നും കൊടുക്കാറില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോ വലിയൊരു നായർ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് അയാളെ വിളിച്ചു, എടോ നീ എങ്ങോട്ടാ? ഇല്ല, ഇവിടെ സാധനമൊന്നും, ഇങ്ങോട്ട് വാ. നീ എവിടെയാ പോകുന്നത്? ഇങ്ങ് വാ. തിരിച്ചു വിളിച്ചു. അദ്ദേഹം വന്നപ്പോ ഇയാൾ പറഞ്ഞു, ഇവിടെ ഭിക്ഷയൊന്നുമില്ല, ഇവിടെ അങ്ങനെ ആരും ഭിക്ഷയൊന്നും കൊടുക്കാറില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അയാളല്ല പറയേണ്ടത്, ഇത് ഞാനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചയച്ചു. അതുപോലെയാണ് KN ഖാദർ പറഞ്ഞത്, മലപ്പുറം ജില്ല വിഭജിക്കണം. മലപ്പുറം ജില്ലയിൽ പ്രശ്നങ്ങളുണ്ട്. മലപ്പുറം ജില്ല വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. മലപ്പുറം ജില്ല ജനങ്ങളുടെ ജനസംഖ്യ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. മലപ്പുറം ജില്ല ജനസാന്ദ്രത കൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാവണം. പക്ഷേ അതാര് പറയണ്ട? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയണം. ഇതാ മുസ്ലിം ലീഗിന്റെ നിലപാട്. അവർ CPM പ്രധാനമായും CPMന്റെ പ്രീണത്തിൽ പറഞ്ഞത് STPIക്ക് അതിന് സേന ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ RSS പറയുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഇപ്പറോ തൃപ്തിപ്പെടുത്തേണ്ട ആരെയൊക്കെ? ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് എത്ര CPMന്റെ പ്രവർത്തകരെ STPIക്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്? കണക്കുകൾ പറസകാതെ. എത്ര CPMന്റെ പ്രവർത്തകരെ STPI ആക്രമിച്ചു? CPMന്റെ പ്രീണം പറയുന്നത് STPIക്കെതിരെ സേനയുണ്ടാക്കുമെന്നാണ്. ഞങ്ങൾക്ക് സഖാക്കളോട് വളരെ മാന്യമായി പറയാനുള്ളത്, ആശയ സംവാദത്തിന് വേണ്ടിയാണ് നിങ്ങൾ സേനയുണ്ടാക്കുന്നതെങ്കിൽ സ്വാഗതം. ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒരു ലോക്കലിൽ നിന്ന് 20-ഓ 30-ഓ ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുത്തോ. ഞങ്ങളും ഒരു പഞ്ചായത്തിൽ നിന്നോ മണ്ഡലത്തിൽ നിന്നോ 20-ഓ 30-ഓ ആളുകളെ തെരഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ആശയ സംവാദത്തിൽ ഏർപ്പെടാം. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റു വല്ല കാര്യത്തിലുമാണെങ്കിൽ സഖാവെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് 3 പ്രാവശ്യം സ്വാഗതം എന്നാണ്. അത് നിങ്ങൾ തെരഞ്ഞെടുക്കും. ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നത് എന്താണ്? രാഷ്ട്രീയമായ ചർച്ചകൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ടോ? നമുക്കറിയാം, മുസ്ലിം ലീഗ് വലിയ പ്രസ്ഥാനമൊന്നുമല്ല. കേരളം മുഴുവനും പാർലമെന്റ് കൺവെൻഷൻ നടത്തി. എന്നിട്ട് മുസ്ലിം ലീഗിൽ പാർലമെന്റ് കൺവെൻഷനുകളിൽ മുസ്ലിം ലീഗ് പറഞ്ഞത് നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാരത്തിൽ വരുമെന്നാണ്. മുസ്ലിം ലീഗ് പറയുന്നു നരേന്ദ്രമോദി വരും, CPM പറയുന്നു നരേന്ദ്രമോദി വരും, കോൺഗ്രസ് പറയുന്നു നരേന്ദ്രമോദി വരും, കേരള കോൺഗ്രസുകാരൻ പറയുന്നു നരേന്ദ്രമോദി വരും, CPIക്കാരൻ പറയുന്നു നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തിൽ നിന്ന് പൊട്ടുവീണ ഒരു സാധനമാണോ നരേന്ദ്രമോദി? പിന്നെ മുസ്ലിം ലീഗ് പറയുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോ
RSSന്റെ നേതാവ് മൗലാന ശ്രീധരൻപിള്ള വേദിയിലുണ്ടാവും. റഹ്മത്തുള്ള കാസിമി മുത്താരത്തിന്റെ റമദാൻ പ്രഭാഷണം നടക്കുമ്പോൾ വേദിയിലും മൗലാന ശ്രീധരൻപിള്ള ഉണ്ടാവും. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് വർഷത്തിലൊരിക്കൽ പരിശുദ്ധമായ റമദാനിൽ ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. ഈ സമൂഹ നോമ്പുതുറ നടക്കുമ്പോൾ രാജഗോപാൽ എന്ന് പറയുന്ന RSS ഭീകരവാദിയുടെ അണ്ണാക്കിലേക്ക് കുറെ ഇറച്ചിയും പത്തിരിയും തള്ളിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കു വരാത്ത ആളുകളാണ് മുസ്ലിം ലീഗ്. ഇവരാണിപ്പോൾ നരേന്ദ്രമോദി വരുന്നത്. കേരളത്തിലെ രണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി വരുമെന്ന് പറയാൻ നാണമില്ലേ ലീഗുകാരാ നിങ്ങൾക്ക്? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതൊരു പ്രതീകമാണ്. കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തെ കുത്തകകൾ ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് നരേന്ദ്രമോദി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കഴിഞ്ഞ തിരുവോണ നാളിൽ ഇന്ത്യ മിഷൻ നമുക്കറിയാം. CH മുഹമ്മദ് ഖായ സാഹിബിന്റെ പുന്നാര മകൻ MK മുനീർ ഗൾഫ് നാടുകളിൽ പോയി എറന്ത് കൊണ്ടുവന്നുണ്ടാക്കിയ ചാനലാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനൽ ഇന്ത്യ മിഷൻ. ഈ ചാനലിൽ നരേന്ദ്രമോദി മലയാളം കൃത്യമായി മലയാളം പഠിച്ചിട്ട് അല്ലെങ്കിൽ ആരോ അദ്ദേഹത്തെ മലയാളം പഠിപ്പിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും ഓണാശംസകൾ നരേന്ദ്രമോദിയുടെ വക. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓണാശംസകൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഓണാശംസകൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. ആരാ നരേന്ദ്രമോദി? ഇപ്പൊ നരേന്ദ്രമോദി ആരാ? നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് നരേന്ദ്രമോദി. ഒരു നരേന്ദ്രമോദി പോയാൽ മുസ്ലിം ലീഗുകാര RSSൽ 100 നരേന്ദ്രമോദിമാർ ഇനിയും ബാക്കിയുണ്ട്. നരേന്ദ്രമോദിയല്ല പ്രശ്നം. രാജ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് RSS ആണ്. രാജ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദുത്വ ഫാഷിസമാണ്. അതാണ് പ്രശ്നം. സംഘ് പരിവാറാണ് പ്രശ്നം. എല്ലാവരും നരേന്ദ്രമോദി മാത്രമല്ല. ഇപ്പൊ പത്രങ്ങളൊക്കെ മീഡിയകളൊക്കെ എഴുതുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്താ എഴുതുന്നത്? നരേന്ദ്രമോദി തീവ്രവാദി, അദ്വാനി പാപം മിതവാദി, വായു വെള്ളട്ടാക്കടിക്കാത്ത സാധനം അദ്വാനി, നരേന്ദ്രമോദി തീവ്രവാദി. നിങ്ങളറിയോ 1992 ഡിസംബർ ആവും. നമുക്കൊക്കെ അറിയാം. ബാബരി മസ്ജിദ് തകർക്കപ്പെടുമെന്ന ഘട്ടം മുസ്ലിം ലീഗ് പറഞ്ഞു, പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ. അവസാനം ബാബരി മസ്ജിദ് തകർന്നു കൂടപ്പോ പറഞ്ഞു പൈസ തിന്നുമ്പോ ഓർക്കണമായിരുന്നു. ലീഗ് പറഞ്ഞതാ. സംയമനത്തിന്റെ താരാട്ട് പാട്ട് പാടി ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഉറക്കി മുസ്ലിം ലീഗ്. അവസാന ബാബരി മസ്ജിദ് നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരണ പങ്കാളിത്തം വഹിക്കുമ്പോ ബാബരി മസ്ജിദ് തകർന്നു പോയി. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 1980-90 കാലഘട്ടം എന്ന് പറഞ്ഞാൽ RSS അതിന്റെ മൂർത്ത രൂപം പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു 1980-90 കാലഘട്ടം. ഒരു കാക്കി ട്രൗസർ എവിടെയെങ്കിലും കണ്ടാൽ മതി. മുസ്ലിങ്ങൾ പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടം. അറിയോ ഇവിടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ചുണക്കുട്ടികൾക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ. RSSന്റെ ട്രൗസർ കണ്ടാൽ ഭയപ്പെട്ട് വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദ് തകർന്നു വീഴുമ്പോ ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്കൊക്കെ നന്നായി ഓർമ്മയുണ്ട്. RSSന്റെ ഒരു പദസഞ്ചലനം, ഞാൻ കണ്ണൂരാണല്ലോ, RSSന്റെ ഒരു പദസഞ്ചലനം റോഡിലൂടെ കടന്നുപോയാൽ പിറ്റേന്ന് വൈകുന്നേരമാകണം മുസ്ലിങ്ങൾ ശ്വാസമൊന്ന് നേരെ വിടാൻ. അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം 1980-90 കാലഘട്ടം. രാജ്യത്തിന്റെ മുക്കിലും മൂലകളിലും രഥചക്രം ഉരുട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ കബന്ധങ്ങൾക്ക് മുകളിൽ കടന്ന് RSS ചുടലനൃത്തം ചവിട്ടിയിരുന്ന ഒരു കാലഘട്ടം. അന്ന് നമ്മുടെ അദ്വാനി പാവം തീവ്രവാദിയും വാജ്പേയി മിതവാദിയെ. വിവരമില്ലാത്ത മുസ്ലിം ലീഗുകാരാ. RSSൽ 2 വിഭാഗമില്ല. RSSൽ തീവ്രവാദി മിതവാദി എന്ന് പറഞ്ഞിട്ട് 2 വിഭാഗമില്ല. RSSൽ ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. ഭീകരവാദികൾ എന്ന് പറയുന്ന ഒരൊറ്റ പരിവാർ. അതെങ്കിലും തിരിച്ചറിയണ്ടേ? നരേന്ദ്രമോദി വരുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നരേന്ദ്രമോദി മാത്രമല്ല പ്രശ്നം. പ്രശ്നം ഹിന്ദുത്വ ഫാഷിസമാണ്. ജാതി വ്യവസ്ഥയാണ് രാജ്യത്തിന്റെ പ്രശ്നം. ഇത് തകർത്തറിയാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അവിടെയാണ് ഞങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നത്. ആരെയാണ് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആരെയാണ് രാജ്യത്ത് തൃപ്തിപ്പെടുത്തുന്നത്? നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ഒരു സർക്കുലർ അയച്ചു.
നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അന്യായമായി ജയിലിൽ കഴിയുന്നുണ്ട്. അത് പരിഗണിക്കണം. ആഭ്യന്തരമന്ത്രി കൊടുത്ത സർക്കുലർ സംസ്ഥാന സർക്കാരുകൾക്ക്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗുകാര, എന്നെ കേൾക്കുന്ന CPM-കാര, എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ റോൾ? എന്തിനാണ് ഈ പാർട്ടി എന്നാണ് പ്രസംഗിക്കുമ്പോൾ ചോദിക്കുന്നത്. എന്തിനാണ് ഈ പാർട്ടി? എന്തിനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ? ചോദിക്കുന്ന സഖാവെ, ചോദിക്കുന്ന ലീഗുകാര, അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. എന്തിനാണ് ഈ പാർട്ടി എന്ന്? ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാർ രാജ്യത്ത് വ്യത്യസ്തമായ ജയിലുകളിൽ കഴിയുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപോലെ ഒരു മാറ്റവുമില്ല. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? BJPയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? കോൺഗ്രസിന്റെ നിലപാടുകളിൽ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ. നമുക്കറിയാം, അബ്ദുൽ നാസർ മദനി BJP അധികാരത്തിൽ നിന്ന് പോയി. ഞാൻ എന്റെ അടുക്കളയിൽ നിന്ന് ആദ്യത്തെ അൽഹംദുലില്ലാഹ് കേട്ടു. എന്റെ മാതാവിന്റെ സ്വരം, അൽഹംദുലില്ലാഹ് BJP പോയല്ലോ കർണാടകയിൽ. പാവം മദനി ഉസ്താദ് ഒരു കാലില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതൊക്കെ നിൽക്കട്ടെ, പക്ഷേ ഒരു നല്ല ചികിത്സ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ പാദത്തിന് ഒരു നല്ല ചികിത്സ കിട്ടുമല്ലോ. എന്റെ മാതാവ് പറഞ്ഞതാ അടുക്കളയിൽ നിന്ന്. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയി, മനസ്സുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയി. ആ മനുഷ്യൻ കഴിഞ്ഞ 14 വർഷമായി നീതി നിഷേധത്തിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും പരമ്പരാഗ്രഹാര ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനി. BJP പോയി കോൺഗ്രസ് വന്നപ്പോ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരൊക്കെ ഉറപ്പില്ലാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ ET മുഹമ്മദ് ബഷീർ വെറുതെ ഒന്ന് പോയി കർണാടകത്തിന്. തിരിച്ചു വന്നപ്പോ മുസ്ലിം ലീഗിന്റെ യുവ തുർക്കികളുടെ പ്രസംഗം കണ്ടോ? ET സാഹിബ് ഒന്ന് സന്ദർശിച്ചിട്ടേ ഉള്ളൂ കർണാടക. പാരസെറ്റാമോൾ ഗുളിക കിട്ടാൻ തുടങ്ങി, മദനി ഉസ്താദിന് മുട്ടക്കുളകര തൈലം കിട്ടാൻ തുടങ്ങി. BJP ഭരിക്കുമ്പോഴാണ് ET മുഹമ്മദ് ബഷീർ അവിടെ സന്ദർശിച്ചത്. BJP പോയി. ലീഗുകാര, നാണമില്ലാത്ത മുസ്ലിം ലീഗുകാര. ഇപ്പൊ ആരെ കർണാടക ഭരിക്കുന്നത്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഭരിക്കുന്നതിന് മാത്രമല്ല, കർണാടകയുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നാട്ടുകാരനായ KA ജോർജ. മദനി ഉസ്താദ് മകളുടെ വിവാഹത്തിന് വന്നു കൊല്ലത്ത്. ഇടത്ത് ET മുഹമ്മദ് ബഷീർ, വലത്ത് മുരളീധരൻ, പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ, ചുറ്റോട് ചുറ്റും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ. മദനി ഉസ്താദ് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം മതിമറന്നു പോകും. അദ്ദേഹത്തോട് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദെ മതിമറക്കണ്ട ഉസ്താദെ, വഞ്ചനയുടെ ലോകത്ത് നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സഹായിക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ് പിണറായി വിജയൻ, തോന്നിപ്പിക്കുകയാണ് ചെന്നിത്തല. ET നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വെറുതെ തോന്നിപ്പിക്കുകയാണ്. ആരും നിങ്ങളോടൊപ്പമില്ല, നിങ്ങൾ ഒറ്റക്കാണ് മദനി എന്ന് ഞങ്ങൾ മദനിയോട് അന്നും പറയാറുണ്ട്, ഇന്നും പറയാറുണ്ട്. മദനിയോട് ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ ചുറ്റുമിരുന്ന് അതിന്റെ ആവേശത്തിന് മദനി തിരിച്ചുപോയി. BJP പോയി, കോൺഗ്രസ് വന്നു. ഉടനെ അദ്ദേഹം ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചു കോടതിയിൽ. നമ്മുടെ KA ജോർജ് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? മലയാളിയായ KA ജോർജ് BJP നാണിച്ചുപോയി. RSSന്റെ മോഹൻ ഭാഗവതമൊക്കെ ചിരിച്ച് മണ്ണ് തുപ്പിപ്പോയിട്ടുണ്ടാവും. എന്താ കൊടുത്ത റിപ്പോർട്ട്? കോൺഗ്രസാണ് കർണാടക ഭരിക്കുന്നത്. കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? അബ്ദുൽ നാസർ മദനിക്ക് അഫ്ഗാനുമായി ബന്ധമുണ്ട്, ബംഗ്ലാദേശുമായി ബന്ധമുണ്ട്, ബലൂചിസ്ഥാനുമായി ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ, സെമി, ക്രിമി, വാൽമാക്രി, ഇങ്ങനെ എല്ലാ തരം തീവ്രവാദ സംഘടനകളുമായി അബ്ദുൽ നാസർ മദനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ജാമ്യം കൊടുക്കണ്ട. അത് മാത്രമല്ല, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഒരു സൂക്കേടുമില്ല. പ്രായത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. സൗഖ്യ ആശുപത്രി അധികൃതരെ സ്വാധീനിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ കള്ള റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് സൂക്കേടാണെന്ന്. അദ്ദേഹത്തിന് ഒരു സൂക്കേടുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തിയാൽ മതി. കർണാടക കൊടുത്ത റിപ്പോർട്ട് ഇപ്പോഴും പരപ്പനാഗ്രഹാര ചെയ്യുക. സുപ്രീം കോടതി പറഞ്ഞു, ആദ്യം ചികിത്സ കൊടുക്കൂ, അദ്ദേഹത്തിന് നല്ല ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുക്കൂ. 4 ദിവസമായി ചികിത്സ കൊടുക്കാതെ ഇന്നലെ അബ്ദുൽ നാസർ മദനി കുഴഞ്ഞു വീണു ജയിലിൽ. കോടതിയുടെ റിപ്പോർട്ടിന് വന്നിട്ടില്ല പോലും. സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്താ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളൊന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമുക്കറിയാം, UP-യിലെ മുസാഫർ നഗർ കേട്ടിട്ടുണ്ടോ? ലീഗുകാര
കേട്ടിട്ടുണ്ടോ? ചോദിച്ചു നോക്കില്ലേ, മുസ്ലിം ലീഗിന്റെ കുട്ടികൾ പറയൂ, പോയല്ലോ ഞങ്ങളെ ET മുഹമ്മദ് ബഷീർ പോയല്ലോ, ഞങ്ങളെ അഹമ്മദ് പോയല്ലോ. ആസാമിൽ പോയി എത്തി നോക്കി തിരിച്ചു വന്നു. മുസാഫർ നഗറിൽ പോയി എത്തി നോക്കി തിരിച്ചു വന്നു. എത്തി നോക്കി തിരിച്ചു വരാൻ അഹമ്മദ് ആവേണ്ട ആവശ്യമുണ്ടോ? അത് ET മുഹമ്മദ് ബഷീർ ആവേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊക്കെ ചെയ്യാലോ. എത്തി നോക്കുന്നു, തിരിച്ചു വരുന്നു. അത് മതിയോ മുസാഫർ നഗറിലെ ജനങ്ങൾക്ക്? നമുക്കറിയാം, ഒരു റിഹേഴ്സൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ നേതാവ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൂരനായ ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ റിഹേഴ്സലാണ് ഈ ഗുജറാത്തിലെ മുസാഫർ നഗറിൽ നടന്നത്. കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും അവരുടെ മനസ്സുകൾക്കിടയിൽ ഇതുവരെ അകലമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ, കരിമ്പും തോട്ടങ്ങളിൽ രാപ്പകൽ പണിയെടുക്കുന്നവർ, വിയർപ്പൊഴുക്കുന്നവർ, ചോരനീരാക്കി അധ്വാനിക്കുന്നവർ, അവർക്കിടയിൽ ജാതിയുടെ മതത്തിന്റെ വർഗീയതയുടെ മതിൽക്കെട്ട് ഇതുവരെ അവർക്കിടയിൽ വന്നിട്ടില്ല. പക്ഷേ അമിത്ഷാ, നമുക്കറിയാം, ഏറ്റുമുട്ടൽ കൊലപാതക വിദഗ്ധനാണ് അമിത്ഷാ, നമ്മുടെ നരേന്ദ്രമോദിയുടെ വലങ്കൈ. ഈ അമിത്ഷായ്ക്ക് ഗുജറാത്തിന്റെ ഇൻചാർജ് കൊടുത്തു. ഒരു 40 MPമാരെ UP നിന്ന് കിട്ടിയാലേ RSSന് രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് RSSന് അറിയാം, നരേന്ദ്രമോദിക്കറിയാം, അമിത്ഷായ്ക്കറിയാം. ഈ 40 MPമാരെ ഗുജറാത്തിൽ നിന്ന് UP നിന്ന് ജയിപ്പിച്ചെടുക്കണമെങ്കിൽ അവിടെ ഹിന്ദുവും മുസ്ലിമും വർഗീയമായി ചേരിതിരിയണം, വർഗീയ ധ്രുവീകരണം ഉണ്ടാവണം. RSSന്റെ അജണ്ടയാണ്. 47 മുസ്ലിങ്ങളെയാണ് RSS കൊലപ്പെടുത്തിയത്. 47 ആളുകളെ, 200ഓളം ആളുകളെ കാണാനില്ല. 1 ലക്ഷത്തോളം അഭയാർത്ഥികൾ ലീഗുകാര, എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ മുസ്ലിങ്ങൾ, 1 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ. ആരാ അവർക്ക് റൊട്ടി കൊടുക്കുന്നതെന്ന് അറിയോ? മുസ്ലിം ലീഗുകാരാ. സഖാവേ, ആരാണ് അവർക്ക് ഉതപ്പ് കൊടുക്കുന്നതെന്ന് അറിയോ? മുസ്ലിം ലീഗുകാരാ. നിങ്ങൾക്ക് അവർക്ക് തണുത്ത് പറക്കാതെ കിടന്നുറങ്ങാൻ അവർക്കൊരു ടെന്റ് വേണം, അവർക്കൊരു പുതപ്പ് വേണം, അവർക്ക് ദിവസം 3 നേരം 1 റൊട്ടിയും കുറച്ച് ദാനും അത് കിട്ടിയാൽ മതി. പാവങ്ങൾക്ക് നിങ്ങൾ പോയി നോക്ക്, അവിടെ നിങ്ങൾക്ക് കാണാം അഭയാർത്ഥി ക്യാമ്പുകളുടെ ഓരത്ത് അവരോടൊപ്പം ആ ദാലും റൊട്ടിയും കഴിച്ച് അവരോടൊപ്പം തുണിപ്പന്തലുകൾക്ക് കീഴിൽ കിടന്നിറങ്ങുന്ന പോപ്പുലേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ കാണാൻ നിങ്ങൾക്ക്. അത് മാത്രമല്ല, ദാലും റൊട്ടിയും കൊടുക്കുന്ന പണി മാത്രമല്ല അവിടെ എടുക്കുന്നത്. അതും കൂടി മനസ്സിലാക്കിക്കോ നിങ്ങൾ, അതും കൂടി മനസ്സിലാക്കിക്കോ. ഈ അബൂബക്കർ പോയി അഹമ്മദ് സാഹിബ് പോയതുപോലെ എത്തി നോക്കി തിരിച്ചു വരിക ചെയ്തത്. ഈ അബൂബക്കർ സാഹിബ് പോയിട്ട് ആ വലിയൊരു ജനസംഖ്യത്തെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, 47 ആളുകളല്ലേ കൊല്ലപ്പെട്ടത്, 40 ആളുകൾ മരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ 47 ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നാണ് ഈ അബൂബക്കർ സാഹിബ് മുസാഫർ നഗറിലെ ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ 40 ആളുകൾ അവിടെ മരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ, RSSന്റെ പണി നെഞ്ചുവിരിച്ച് നിന്നിരുന്നുവെങ്കിൽ ഈ 47 ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് ഈ അബൂബക്കർ സാഹിബ് അവിടെ പറഞ്ഞു. അവിടെ ഒന്ന് അവർക്ക് നിയമസഹായം കൊടുക്കുകയാണ് SDPയും പോപ്പുലറും. അവരെ നിയമസഹായം കൊടുക്കും, എങ്ങനെയാണ് കേസ് നടത്തേണ്ടത് എന്നവരെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല RSSനെതിരെ പ്രതിരോധത്തിന്റെ പുതിയൊരു രീതിശാസ്ത്രം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ RSSന് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്. RSSകാരോട് അതീസോദിയിട്ടു, ആയത്തോദിയിട്ടു, സിംബോസിയം നടത്തിയിട്ടു, സെമിനാർ നടത്തിയിട്ടു, സംഘപരിവാരം ഫാഷിസം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടൊന്നും കാര്യമില്ല. മുസ്ലിം ലീഗുകാരാ, RSSന് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട് എന്ന് പറഞ്ഞാൽ RSS ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ RSSകാരോട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുസാഫർ നഗറിലെ ജനങ്ങളോട് പറയുന്നത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദുആ എന്നിട്ട് കാര്യമില്ല. അങ്ങനെ ദുആ ചെയ്തിട്ട് എന്തെങ്കിലും നടക്കുമായിരുന്നുവെങ്കിൽ, നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, ദുആ ചെയ്താൽ മാത്രം പോരാ. ബാബരി മസ്ജിദ് രാജ്യത്ത് തകർന്നു വീഴുമ്പോ ഒരുപക്ഷെ ഈ അബൂബക്കർ സാഹിബ് പറഞ്ഞതുപോലെ അന്ന് 1000 മുസ്ലിം ചെറുപ്പക്കാർ അയോധ്യയിലേക്ക് ഞങ്ങൾ കർഷകരെ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്താൻ 1000 പേർ തയ്യാറായിരുന്നുവെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നത്, ബാബരി മസ്ജിദ് തകർന്നു വീഴുകയായി. 1000 ചെറുപ്പക്കാർ ഇന്ത്യയിലെ വ്യത്യസ്ത റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി അയോധ്യയിലേക്ക് ഒരു ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു.
ബാബരി മസ്ജിദ് തകർന്നു വീഴില്ലായിരുന്നു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നമുക്കറിയാം, നാളാത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഉടനെ സംഘപരിവാരം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രത്തിലേക്ക് ഒരു മാർച്ച്, നാളാത്ത് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കേന്ദ്രത്തിലേക്ക് RSSന്റെ വക ഒരു മാർച്ച് തീരുമാനിച്ചത് ഒരു പഞ്ചായത്തിൽ, മാർച്ചിന് വേണ്ടി ആളുകൾ കൂടിയത് മറ്റൊരു പഞ്ചായത്ത്. RSSകാരെ ദൈവം രക്ഷിച്ചു എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. എന്താണെന്നറിയാമോ? RSS വലിയൊരു ഫ്ലക്സ് ബോർഡ് വെച്ചു, നാളത്തേക്ക് RSS സംഘപരിവാർ മാർച്ച് നടത്തും. അതിന് ഇപ്പോൾ ചെറിയൊരു ബോർഡ്, മാർച്ച് തടയും പോപ്പുലർ ഫ്രണ്ട് കമ്പി ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയല്ല, ഡിവിഷൻ കമ്മിറ്റിയല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഏരിയ കമ്മിറ്റിയുടെ ചെറിയൊരു ഫ്ലക്സ്, മാർച്ച് ഞങ്ങൾ തടയും. മാർച്ച് നടന്നോ? ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രായോഗിക രാഷ്ട്രീയം ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 67 വർഷത്തെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ പാർട്ടി ഉണ്ടായിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്നാൽ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കാം, അതിനൊരു പൊടിയും. ലീഗുകാര അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടി അല്ല ഇത്. പഠിച്ചു, നീണ്ട 2 പതിറ്റാണ്ട് കാലം അനുഭവങ്ങളിലൂടെ, യാത്രകളിലൂടെ, നിരന്തരമായ പഠനങ്ങളിലൂടെ പഠിച്ചു. എന്താണ് രാജ്യത്തെ മുസ്ലിമിന്റെ പ്രശ്നം?